അതിനില്ലാത്ത ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനവും താളം തെറ്റുന്നു. ചില ഉദ്യോഗസ്ഥർ സ്ഥിരമായി ജോലിക്ക് ഹാജരാകുന്നില്ലെന്നും ആക്ഷേപം. നിയന്ത്രിക്കാൻ ആളില്ലാതായതോടെ ഓഫീസ് പ്രവർത്തനവും താളം തെറ്റിയതായും ആരോപണമുണ്ട്. 76 വർഷം പഴക്കമുള്ള ഉപ്പുതറ സർക്കാർ ആശുപത്രി ഇന്നിപ്പോൾ നാഥനില്ലാതെ വലയുകയാണ്. രോഗികൾക്കുള്ള സേവനം മാത്രമല്ല, ഓഫീസ് പ്രവർത്തനവും താളം തെറ്റുകയാണ്. ഓഫീസ് ജീവനക്കാരിൽ ചിലരുടെ കസേര മിക്കപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ചോദിക്കാനും പറയാനും ആളില്ലാതായതോടെ മദ്യപിച്ച് ഓഫീസിലെത്താനും ചില ബിരുദന്മാർ ധൈര്യം കാണിക്കാറുണ്ട്. സ്ഥിരം ഡോക്ടർമാരില്ലെന്ന് മാത്രമല്ല, ചാർജുള്ള ആർഡി ആശുപത്രിയിലെ ഡോക്ടർ ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാറില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. PSC ഒരു ഡോക്ടർ പോലും ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരായി 4 പേരിൽ 2 പേര് ഇപ്പോൾ ഒരു പഠനത്തിനായി പോയെന്നാണ് അറിയുന്നത്. ഒരു പാരാസിറ്റമോൾ പോലും കിട്ടാത്തൊരവസ്ഥ. നാഥനില്ലാത്ത ഒരു കളരിയായി ഉപ്പുതറ ആശുപത്രി മാറി. ഒരു ക്ലർക്ക് എന്ന് പറയുന്ന ആളുണ്ട്. രാവിലെ 24 മണിക്കൂറും മദ്യപാനം. അദ്ദേഹം തോന്നുമ്പോൾ ആഫീസ് വരും, തോന്നുന്നു. ഇത് നോക്കാനോ അതിനെ ചോദിക്കാനോ ആളില്ല. ഒരു മെഡിക്കൽ ഓഫീസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ ഉപ്പുതറ മാലടി ഡോക്ടർക്കാണ് ഒരു ചാർജ്. അദ്ദേഹം ആഴ്ചയിൽ 1 ദിവസം മാത്രമാണ് ആ ഡോക്ടറെ എത്താറുള്ളത്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് 76 വർഷക്കാലം പഴക്കമുള്ള ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രി 26,000 ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയല്ല പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന CPM, സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി. ഇവിടെ ഇതിൽ MLA വാഴൂസ്വാമി ഒരാളുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉള്ള ആശുപത്രിയാണ് ഇവിടെ. കണ്ണമ്പടി പ്രദേശമായ 2 വാർഡുകൾ ആദിവാസി മേഖലയിൽപ്പെട്ട 1000-ഓളം ആദിവാസി മേഖലകൾ കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്നു. ഉളുപ്പൂണി ഉൾപ്പെടെ, പശുപ്പാറ ഉൾപ്പെടെ, മലയപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലത്തെ ഈ ആശുപത്രിയാണ് സേവനം ആവശ്യപ്പെടുന്നത്. ഈവനിംഗ് OP കൂടി നിന്നതോടെ ഉച്ചയോടെ പലരും ജോലി അവസാനിച്ച് പോകുന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിലാണ് ആശുപത്രി ഈ നിലയിലായത്. ആശുപത്രിയും ഓഫീസിന്റെയും പ്രവർത്തനം താളം തെറ്റിയതറിഞ്ഞിട്ടും അധികൃതരുടെ കണ്ണു തുറന്നിട്ടില്ല. ആദിവാസി തോട്ടം മേഖലയിലെ രോഗികളുടെ ഏക ആശ്രയമായ ആശുപത്രിയാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. നല്ല നിലയിൽ ജോലി ചെയ്യുന്നവർക്കും നാണക്കേടുണ്ടാക്കും വിധമാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. അടിയന്തരമായി ആശുപത്രിയുടെയും ഓഫീസിന്റെ പ്രവർത്തനം നല്ല നിലയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.